എൻ്റെ നഴ്സിംഗ് ജീവിതത്തിൽ എന്നോട് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും സ്റ്റഡി ലീവാണെന്ന്. പക്ഷേ അത് കേട്ടാൽ നിങ്ങൾ കരുതും എനിക്ക് സ്റ്റഡി അത്രയ്ക്ക് ഇഷ്ടമാണെന്ന്. പക്ഷേ അല്ല. ഈ സ്റ്റഡി ലീവിൽ നടക്കുന്ന കാര്യങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്കിത് മനസ്സിലാവും. അപ്പം ഈ കാണുന്നത് ഞങ്ങളുടെ ലൈഫിൽ തന്നെ എന്ന് പറയാം ഏറ്റവും ലാസ്റ്റ് സ്റ്റഡി ലീവായിരിക്കും. ഫസ്റ്റ് ഇയറിലെ ഫസ്റ്റ് സ്റ്റഡി ലീവിന് ഒറ്റയ്ക്ക് പോയിരുന്ന് പഠിക്കാമെന്നും പറഞ്ഞ് ഞാൻ പോയതേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ ഇന്ന് വരെ ഞാൻ അങ്ങനെ ഒറ്റയ്ക്ക് പഠിച്ചിട്ടില്ല. എല്ലാത്തിനും എൻ്റെ കൂടെ ഈ കാണുന്ന അക്ഷയും ആതിരയും എൻ്റെ കൂട്ടത്തിൽ ഇപ്പോഴും ഉണ്ടായിരിക്കും. പിന്നെ ഞങ്ങളുടെ സ്റ്റഡി ലീവിൽ ഏറ്റവും കൂടുതൽ നടക്കുന്നത് ഇതുപോലുള്ള കാര്യങ്ങളാണ്, പഠിത്തത്തെക്കാട്ടിലും കൂടുതലായിട്ടും. ഓൾമോസ്റ്റ് എല്ലാ സമയങ്ങളിലും അക്ഷയ കട്ടിലിൽ തന്നെയായിരിക്കും കേട്ടോ. അക്ഷയ മാത്രമല്ല, ആതിരി, ഞാനും ഇടയ്ക്കിടയ്ക്ക്. പിന്നെ ഇതൊരു ഷിഫ്റ്റ് ഡ്യൂട്ടി എന്നൊക്കെ പറയാം. ഞങ്ങളുടെ സ്റ്റഡി ലീവിൻ്റെ സമയത്ത് പഠിക്കുന്നത് ഒരാൾ വായിക്കുമ്പോൾ അടുത്ത രണ്ടാൾക്കാർ കിടക്കുകയായിരിക്കും ചെയ്യുന്നത്. അപ്പം മോസ്റ്റ് ഓഫ് ദ ടൈമിൽ നമ്മുടെ ആതിര ആയിരിക്കും കേട്ടോ വായിക്കുന്നത്. പിന്നെ ആ സമയങ്ങളിലാണ് നമുക്ക് ഒരുപാട് ഫുഡ് കഴിക്കാൻ തോന്നുന്നതും എവിടെയെങ്കിലുമൊക്കെ പോകാൻ തോന്നുന്നതും. കറക്റ്റ് ടൈമിൽ തന്നെ നമ്മുടെ സച്ചു, ആതിരയുടെ അനിയത്തി, വീട്ടിൽ പോയി വന്നപ്പോൾ നമുക്ക് ചിക്കനും പുട്ടും ഒക്കെ കൊണ്ട് തന്നു. അത് കഴിച്ച് നമ്മൾ വീണ്ടും പഠിക്കാനിരുന്നു. ഒരു ദിവസത്തെ എന്നൊരു കാര്യം നമുക്ക് എടുത്ത് പറയാനായിട്ട് പറ്റില്ല. 2 ആഴ്ച നടന്നിട്ടുള്ള പല പല കാര്യങ്ങളും കൂടി ഉണ്ടാക്കിയെടുത്തതാണ് ഈ വ്ളോഗ്. നമുക്ക് ലൈഫിൽ ഒരു നല്ല മെമ്മറി ആയിക്കോട്ടെ എന്ന് കരുതി. ഈ സമയത്തായിരുന്നു ബിഗ് ബോസ് ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ടൈം പോകാനായിട്ട് സംസാരിച്ചിരിക്കാനായിട്ടും അവിടെയുള്ള ആൾക്കാരുടെ കഥകൾ മതിയായിരുന്നു. ആദിരാജ് പണ്ടേ മെമ്മിക്രിയിൽ സിംഹമായിരുന്നു. പക്ഷേ സ്റ്റഡി ലീവ് തീരാറായപ്പോഴായിരുന്നു എനിക്ക് എൻ്റെ വീട്ടിൽ പോകാൻ തോന്നുന്നത്. നേരെ ഞാൻ ഒറ്റ മൈൻഡിൽ വീട്ടിലേക്ക് വിട്ടു. പക്ഷേ അവിടെ സ്ഥലം എനിക്ക് മനസ്സിലാവും ഒറ്റയ്ക്ക് പഠിക്കാൻ പറ്റില്ല. പിന്നെയും ബാക്ക് ടു നോർമൽ. ഇടയ്ക്കൊക്കെ മഴയുള്ളൊരു സമയമായതുകൊണ്ട് അതും നമുക്കൊരു വൈബായിരുന്നു. പിന്നെ ചിരിക്കും കളിക്കും തമാശയ്ക്കും ഒന്നും ഒരു കുറവുണ്ടായില്ല. ഏതും പോലത്തെ ആതിര അക്ഷയാണല്ലോ കൂടെ ഉള്ളത്. നമ്മൾ പണ്ടേ സ്റ്റഡി ലീവിന് ഒറ്റ കെട്ടായിരിക്കും. സ്റ്റഡി ലീവ് തന്നെയല്ല, എല്ലാ കാര്യങ്ങൾക്കും. പിന്നെ ഈ സമയത്താണ് നമുക്ക് കൂടുതൽ ഭക്തിയൊക്കെ കൂടുന്നത്. പിന്നെ അറ്റ് ദ സെയിം ടൈം അടുത്ത് തന്നെയാണ് നമ്മുടെ കുറച്ച് ഫ്രണ്ട്സ് ഉള്ളത്. നമ്മൾ അവരെ കാണാൻ ഇടയ്ക്ക് പോകും. സാധാരണ റൂമിൽ നിന്ന് ആരെങ്കിലും വീട്ടിൽ പോയാൽ വരുന്നത് നോക്കി നമ്മൾ ഇരിക്കുമായിരുന്നു. പക്ഷേ ഇത് ഈ ഒരു വരവ് നമുക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തതാണ്. കാര്യം അശ്വതി വരുമ്പോഴാണ് സ്റ്റഡി ലീവ് കഴിഞ്ഞു, എക്സാം എത്തി എന്നുള്ളൊരു ഓർമ്മയുണ്ടാവുന്നത്. അപ്പം നമുക്ക് പഠിക്കാൻ ചൂട് കയറുമെന്ന് നിങ്ങൾ കരുതും. പക്ഷേ അപ്പോഴും നമ്മളുടെ കളിക്കും ചിരിക്കുമെന്നും ഒരു കുറവുമില്ല. എങ്ങനെയെങ്കിലും ഇതൊന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മതി എന്നേ ഉള്ളൂ. ഉറക്കമാണ് ഈ സ്റ്റഡി ലീവിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് കേട്ടോ. അങ്ങനെ നമ്മൾ ഹോൾ ടിക്കറ്റൊക്കെ വാങ്ങാൻ പോയി, ഇടയ്ക്ക് കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചു. അങ്ങനെ നമ്മളുടെ സ്റ്റഡി ലീവ് ഇവിടെ അവസാനിച്ച് നമ്മളുടെ എക്സാം എത്തിയിരിക്കുന്നു. അപ്പോൾ ഒത്തിരി നാൾക്ക് മുമ്പ് എടുത്ത് വെച്ചൊരു വീഡിയോ ആണിത്. പക്ഷേ ഇത് വളരെ മെമ്മറബിളായി നമ്മൾ എന്നും ഓർക്കണമെന്ന് ആഗ്രഹിക്കുന്നൊരു സമയമായതുകൊണ്ട് തന്നെ ഒരു വ്ളോഗ് ആക്കാമെന്ന് തോന്നി. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്.